ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുകയാണ്. നേരത്തെ ഹൈക്കോടതി അടക്കം ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്ന രീതിയിൽ വിമർശനം ഉയർത്തിയിരുന്നു. പ്രതിപക്ഷം സമാനമായി വലിയ സ്രാവുകളിലേക്ക് വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്ന ആരോപണമൊക്കെ ഉയർത്തിയിരുന്നു. ഇതിനിടയിൽ ഇന്നലെ ദേവസ്വം ബോർഡ് മുൻ അംഗമായ വിജയകുമാർ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ തന്നെ ഇപ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുകയാണ്. പ്രവർത്തകർ തടയാൻ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നു പോലീസ്. ആ ബാരിക്കേഡുകൾ തള്ളി നിൽക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകരുള്ളത്. നേരത്തെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെയും ഇപ്പോൾ അംഗങ്ങളെയുമൊക്കെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയും അന്വേഷണം വൻ സ്രാവുകളിലേക്ക് കടക്കണമെന്ന പ്രതിപക്ഷമടക്കം ഉയർത്തിയിരുന്നു. അന്നത്തെ കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്ക് അടക്കം അന്വേഷണം നീങ്ങണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. ഇതെല്ലാം SIT അട്ടിമറിക്കുന്ന അന്വേഷണം ഉന്നതത്തിലേക്ക് എത്തുന്നില്ല എന്ന ആരോപണം കൂടി ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. മനീഷ് മഹിബാൽ തൽസ്ഥിതി വിവരങ്ങളുമായി ചെയ്യുന്നു. മനീഷ്, പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്താണ് ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം, ആരോപണം? ഹൈക്കോടതിയുടെ വിമർശനം വന്നതിന് പിന്നാലെയായിരുന്നു സുഹേൽ പ്രതിപക്ഷം ഇതിനെതിരെ വലിയ സമരത്തിന് നിലവിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യപടി എന്ന രീതിയിൽ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഇവിടെ ഈഞ്ചക്കൽ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറല്ല. പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ SIT സംഘത്തിൽ ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് SITയുടെ അന്വേഷണത്തിലടക്കം വലിയ സംശയം ഹൈക്കോടതി അടക്കം പ്രകടിപ്പിച്ചു. വലിയൊരു മെല്ലെപ്പോക്ക് ഈ അന്വേഷണത്തിൽ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഉന്നതരിലേക്കടക്കം രാഷ്ട്രീയ ഉന്നതരിലേക്കടക്കം അന്വേഷണം എത്തുന്നില്ല എന്ന വലിയ വിമർശനം എത്തുന്നു. ഒപ്പം തന്നെ SIT പോരാ, CBI അന്വേഷണം വേണം, ഇതിൽ രാഷ്ട്രീയപരമായി ഇടപെടൽ ഉണ്ടാകുന്നു അടക്കമുള്ള കാര്യങ്ങൾ, വലിയ വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുന്നു. അങ്ങനെ പ്രതിപക്ഷ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യുവജനങ്ങൾ, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇവിടെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ പത്മകുമാറിന് ശേഷം മന്ത്രി കടകംപള്ളിയിലേക്കടക്കം അന്വേഷണം എത്തുന്നില്ല. നേരത്തെ തന്നെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഇപ്പോൾ പിടിയിലായിട്ടുള്ള വിജയകുമാറിനെ ശങ്കർദാസിനും അടക്കം പിടികൂടുതൽ വലിയ കാലതാമസം ഉണ്ടായി. ഇപ്പോൾ ശങ്കർദാസ് ഇന്നലെ കീഴടങ്ങുക മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസ് ഇതിലൊരു മെല്ലെപ്പോക്ക്, SIT സംഘത്തിൽ വലിയ മെല്ലെപ്പോക്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം തുടങ്ങാൻ തീരുമാനിക്കുന്നതും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതും. നിലവിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ വഴിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞു. പക്ഷേ 3 തവണ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഈ ബാരിക്കേഡ് മറികടന്ന് ഇവിടെ അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകി പോന്നിരുന്നത്. സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി അടക്കം ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ലേ എന്നൊരു സംശയം ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും അന്വേഷണത്തിന് വിശ്വാസ്യതയെ ഹൈക്കോടതി ചോദ്യം ചെയ്തില്ല. അന്വേഷണത്തിൽ സംതൃപ്തി തന്നെയാണ് ഹൈക്കോടതി അറിയിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലും അന്വേഷണത്തിൽ അട്ടിമറിക്ക് ശ്രമം നടക്കുന്നുവെന്ന യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷവും അടക്കം ആരോപിച്ചിരുന്നു. ഈ ആരോപണം ബലപ്പെടുത്തിക്കൊണ്ടാണ്, ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്, ഈ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ തലസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നത്. SITയുടെ ഈഞ്ചക്കൽ ഓഫീസിലേക്കാണ് പ്രതിഷേധക്കാർ ഇരച്ചെത്തിയത്. അവിടെ അവരെ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു പോലീസ്. ബാരിക്കേഡ് തള്ളി നിൽക്കാൻ ശ്രമിച്ചു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മനീഷാണ് അവിടെ നിന്ന് വിശദാംശം നൽകി പോകുന്നത്. മനീഷ്, ഒരഴിവ് വന്നിട്ടുണ്ടോ? പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറാകുന്നുണ്ടോ? സുഹൈൽ, പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സമരത്തിന് തുടക്കം കുറിക്കുന്ന ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ ഇത് അതിന്റെ യോഗം നടക്കുകയാണ്. സമരത്തിന്റെ ഭാഗമായ യോഗം, നേതാക്കൾ പ്രസംഗിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുമോ ഇല്ലേ എന്ന് നോക്കി കാണേണ്ട ആവശ്യമുണ്ട്. നിലവിൽ ഈഞ്ചക്കലിലെ റോഡ് തടഞ്ഞുകൊണ്ടാണ്, ഈഞ്ചക്കലിലെ പ്രധാനപ്പെട്ട റോഡ് തടഞ്ഞുകൊണ്ടാണ്, ഇവിടെ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തൽസ്ഥാനത്ത് ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിൽ തുടരുകയാണ്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.